ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് HEH നിസാം മ്യൂസിയം. അപ്പോൾ അത് കാണാൻ പോകുന്നത്. ഇത് നമ്മുടെ ഹൈദരാബാദിലുള്ളതാണ്. ഇതിനുള്ളിൽ ഭയങ്കര വിലപിടിപ്പുള്ള രത്നങ്ങളെ കൊണ്ടൊക്കെ ഉള്ളൊരു സാറേ സംഭവം ഉണ്ട് തന്നിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്, ഫോട്ടോ എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അതിൻ്റെ അകത്ത് കയറി വെക്കട്ടെ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം മുഴുവൻ. ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദില് പുരാണി ഹവേലിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മ്യൂസിയം ഉണ്ട്, HEH നിസാം മ്യൂസിയം. അതിന്റെ കോമ്പൗണ്ടിലേക്ക് കടക്കാണ്. ഇതാണ് അതിന്റെ കോമ്പൗണ്ട്. HEH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിസ് എക്സാൾട്ടഡ് ഹൈനസ്, അതായത് ഉന്നതനായ തിരുമേനി എന്നുള്ള പേരിലുള്ള ഒരു മ്യൂസിയമാണ്. അപ്പൊ ഇതാണ് ആ മ്യൂസിയത്തിന്റെ പേരും കാര്യങ്ങളും. ഇത് പഴയ നൈസാമുകളുടെ കൊട്ടാരായിരുന്നു. ഹൈദരാബാദ് സംസ്ഥാനത്തെ അവസാനത്തെ നിസാം ഉസ്മാൻ അലി ഖാൻ അസഫ് ജാ ഏഴാമൻ തന്റെ രജത ജൂബിലി ആഘോഷങ്ങളിൽ സമ്മാനം കിട്ടിയതൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി ഇതിന്റെ അകത്തേക്ക് കയറണം. ഇതാണ് മ്യൂസിയം എൻട്രൻസ്. അപ്പൊ ഞാൻ അതിന്റെ മുകളിലേക്ക് കയറാണ്. ഒരു പഴയൊരു കെട്ടിടമാണ്, നല്ല ഹൈറ്റ് കുറഞ്ഞ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ടിക്കറ്റ് ചാർജ് ഉണ്ട്, 125 രൂപ ടിക്കറ്റ് ചാർജ്. ഫോട്ടോ എടുക്കണമെങ്കിൽ 150 രൂപ എടുക്കണം. അത് ഫോട്ടോ മാത്രം. അപ്പൊ നമുക്കൊരു കഴുത്തിലിടാൻ ഒരു മാലയൊക്കെ തരും. ഇതാണ് ആ സംഭവം. അപ്പൊ ഫോട്ടോ മാത്രമേ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റിയ, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം കംപ്ലീറ്റ്. അപ്പൊ നിങ്ങളങ്ങനെ കണ്ടുപോയിക്കോളൂ. ഞാൻ ഇതിന്റെ കുറച്ച് ചരിത്രവും കാര്യങ്ങളൊക്കെ അങ്ങനെ പറയാം. വീഡിയോ കുറവാണ്, ഫോട്ടോസാണ് ഇതിന്റെ അകത്തുള്ളത്. ഇവിടെ ഹൈദരാബാദിലെ എല്ലാ ലാൻഡ്മാർക്ക് കെട്ടിടങ്ങളും വെള്ളി കൊണ്ട് നിർമ്മിച്ച മാതൃകകൾ ഇവിടെ ഉണ്ട്. ഉറുദുവിലാണ് അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതങ്ങനെ കണ്ട് അങ്ങനെ പോവാം. ഫെബ്രുവരി 18, അതായത് 2000 പിന്നെ നിസാം ട്രസ്റ്റ് പൊതുജനങ്ങൾക്കായിട്ട് ഈ മ്യൂസിയം തുറന്നു കൊടുത്തത്. 2018 സെപ്റ്റംബറിൽ 2 കള്ളന്മാര് രാത്രി മ്യൂസിയത്തിൽ അതിക്രമിച്ച് കയറിയിട്ട് ഇവിടുത്തെ വജ്രങ്ങളും മാണിക്യങ്ങളും മരതകവും പതിച്ച നിരവധി സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചതോടെ ഈ മ്യൂസിയം അന്താരാഷ്ട്ര തലത്തിൽ ഇടം നേടി. പിന്നെ അടുത്ത ആഴ്ച തന്നെ ഈ 2 കുറ്റവാളികളെയും പോലീസ് പിടികൂടി. സംഭവത്തിന് ശേഷം പിന്നെ മ്യൂസിയം വളരെ സുരക്ഷ ശക്തമാക്കിയിരുന്നു. ഇതിലുള്ളത് അവസാന നൈസാമിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു സ്വർണ്ണ സിംഹാസനം, പിന്നെ വജ്രങ്ങൾ പതിച്ച സ്വർണ്ണ ടിഫിൻ ബോക്സ്, പിന്നെ ജൂബിലി ഹാളിന്റെ മിനിയേച്ചർ പകർപ്പ്, മിർ ഉസ്മാൻ അലി ഖാന്റെ ഗ്ലാസ് പതിച്ച പെയിന്റിങ്, മുത്ത്, വജ്രങ്ങള്, മറ്റ് വിലയേറിയ പിന്നെ കല്ലുകൾ പതിച്ച സ്വർണ്ണ കടാരകൾ പതിച്ച മരപ്പെട്ടി, പേടകങ്ങള്, പാൽ വഞ്ചയിലെ രാജാവ് സമ്മാനിച്ച പിന്നെ വെള്ളി സുഗന്ധ ദ്രവ്യ പാത്രങ്ങള്, പിന്നെ വജ്രങ്ങൾ പതിച്ച വെള്ളി കോഫി കപ്പുകള്, പിന്നെ പാപ്പാനുള്ള വെള്ളി ഫിലിഗ്രിയാന, പിന്നെ ഭഗവാൻ കൃഷ്ണൻ കളിക്കുന്ന ഒരു മരത്തിന്റെ വെള്ളി പകർപ്പ്, ഇതൊക്കെ ഇതിന്റെ അകത്തുണ്ട്. അന്ന് കള്ളം കട്ടുണ്ടായ അതിന് കോടിക്കണക്കിന് ഉറുപ്പ് വില ഉണ്ട് ആ ടിഫിൻ ബോക്സിന്. ഹൈദരാബാദിന്റെ അവസാന നിസാം ഉസ്മാൻ അലി ഖാന്റെ ഫോട്ടോ ആണ്. ഇതൊരു രത്നം കൊണ്ടുണ്ടാക്കിയിട്ടാണ്. ഇതിന് പ്രത്യേകത വെച്ചാൽ ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നിട്ട് നമ്മൾ നോക്കുന്നത് നമ്മളെ നോക്കുക തോന്നും, നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുന്നത് ഇത് നമ്മളെ നോക്കുക തോന്നും. അങ്ങനത്തെ ഒരു മോഡലുള്ള നല്ല സൂപ്പർ പിന്നെ ഒരുപാട് വില കൂടിയ രത്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, ഇത് കളർ പെയിന്റിംഗ് അല്ല, അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഒരു പിക്ചറാണ് ഈ ഒരു പിക്ചർ. ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ ഇവര് നമ്മളെ സമ്മതിക്കൂല. കാരണം നമ്മൾ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തന്നെ അനുഭവപ്പെടും. ലെഫ്റ്റ് നോക്കുമ്പോൾ നമ്മളെ നോക്കുക തോന്നും, റൈറ്റിൽ നിന്ന് നിൽക്കുമ്പോൾ നമ്മളെ നോക്കുക തോന്നും. എവിടെ നിന്നാലും നമ്മളെ നോക്കുന്ന പോലെയാണ് അതിന്റെ ഇതുള്ളത്.
ഇനി ഈ ഒരു ഹാള് കംപ്ലീറ്റ് ഷെൽഫുകളാണ്. രണ്ട് സൈഡും നീളത്തില് ഷെൽഫുകൾ. അതൊക്കെ നമുക്ക് കണ്ടുപോകാം. അങ്ങനെ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന ആ ഒരു ഷെൽഫുകളാണ്. ആ ഡ്രസ്സും കാര്യങ്ങളും അതും ഉണ്ട് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ താഴത്തേക്ക് പോവുകയാണ്. അതിന്റെ മുമ്പ് നമ്മള് ഫോട്ടോഗ്രാഫി പെർമിറ്റ് വാങ്ങിയിട്ടുള്ള കാർഡ് വർക്ക് ഏൽപ്പിക്കണം. ഇപ്പൊ ഞാൻ താഴത്തെത്തിയിട്ടുണ്ട്. ഒരു ഇടവഴി പോലത്തെ ഒരു വഴിയാണിത്. ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. സ്കൂളുകളുണ്ട്, പിന്നെ ചെറിയ സ്കൂളുകൾ, വലിയ സ്കൂൾ, വലിയ ഗ്രൗണ്ട്, നല്ല സൂപ്പർ സംഭവമാണ്. ഇതിൽ കൂടി അങ്ങനെ നടന്നങ്ങനെ പോകണം. ഒരുപാട് മരങ്ങളും കാര്യങ്ങളും അതും ഉണ്ട്. പിന്നെ പ്ലേ ഗ്രൗണ്ട്, അതായത് ഒരു കോമ്പൗണ്ടാണ് ഇത്. താഴെ നിലയിലെ ഇതൊക്കെ കംപ്ലീറ്റ് പൂട്ടിക്കിടക്കാണ്. ഇതൊന്നും തുറക്കുന്നില്ല. പ്രിൻസിപ്പാൾ എന്നൊക്കെയുള്ള ബോർഡ് ഉണ്ട് എന്നല്ലാണ്ട് അതിലൊന്നും ഒന്നുമില്ല. ഇത് ഇപ്പൊ ഞാൻ പുറത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഈ പീരങ്കിന്റെ മോഡലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഒരു ലോങ് വ്യൂ. അങ്ങനെ ഈ ഒരു നീളത്തിനുള്ളിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് കംപ്ലീറ്റ് മ്യൂസിയം നിൽക്കുന്നത്. പിന്നെ ഇവിടെ പുതിയ ട്രാവലിൽ കുറച്ച് സന്ദർശകർ വന്നിട്ടുണ്ട്. ആദ്യം വന്ന സമയത്ത് ഞാൻ മാത്രം തന്നെ ഉണ്ടായിരുന്നു, വേറെ ആരുമില്ല. അപ്പൊ ഞാൻ ഇനി ഇതിന്റെ പുറത്തേക്ക് പോവുകയാണ് ഇവിടുന്ന്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.